ഇപ്പോൾ നമുക്ക് 48 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. നമുക്ക് 49, 50 പെട്ടെന്ന് നമ്മൾ 50 അടിക്കും. പിന്നെ ആയിരങ്ങൾ പോകേണ്ടതാണ്. അപ്പം 2 സബ്സ്ക്രൈബർ ആരെയും 2 സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 50 ആവും. അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. എന്താ അങ്ങനെ 50 ആവാറായി. അതിൻ്റെ ഒരു സന്തോഷം ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത്, നമ്മൾ ഇന്ന് വേറൊരു പൂവിൻ്റെയും കൂടെ അറിയാൻ പോവാണ്, അഡീനിയം. ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മാത്സ് വ്ളോഗർ ബാലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സങ്കടമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓണം കഴിഞ്ഞ് കുറേ ദിവസമായിരിക്കുന്നു. എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. എത്രാം തീയതി ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓണം കഴിഞ്ഞ് കുറേ ദിവസമായി. എൻ്റെ വെക്കേഷൻ ലീവാണ് ഗൈസ്. എനിക്ക് പരീക്ഷ വരാൻ പോവാണ്. വെക്കേഷൻ ലീവിന് നമ്മളിപ്പം കുറേ നമ്മൾ നട്ടുപിടിപ്പിച്ചാണ് ഈ ബന്ദി. ഇപ്പോഴാണ് ഇത് പിടിക്കുന്നത് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് ഓണത്തിന് പിടിക്കേണ്ടതാണ്. നമ്മൾ വെച്ചത് താമസിച്ച് പോയി. അതുകൊണ്ട് അതാണ് സങ്കട വാർത്ത. ഇതിപ്പോഴാണ് പൂത്തിക്കുന്നത്. ഇന്നലെ കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ. ഇന്ന് നല്ലോണമായി. ഇന്നലെ കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ. അപ്പം അമ്മ പറഞ്ഞു ഇനി ഇത് 2000 തൈകളാണ്. അതൊരു ചെറിയൊരു ഭാഗത്താണ്. അപ്പം ഇതെന്നും എല്ലാ വർഷവും വെക്കാമെന്നാണ്. അപ്പം നമ്മൾ എല്ലാ വർഷവും ഇത് വെക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇനി കാണത്തില്ല. ഇത് ലാസ്റ്റ് പാട്ടായിരുന്നു ഗൈസ്, ലാസ്റ്റ് പാട്ടാ. അപ്പം നമുക്ക് നേരെ ബന്ദിപ്പൂവിൽ നിന്ന് മാറി തെറ്റിപ്പൂവിലേക്ക് പോകാം. തെറ്റിപ്പൂ നമ്മൾ എന്നും ഈ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതാണ്, അല്ലാതെ ഓണത്തിന് വേണ്ടിയും അമ്മയുടെ കുടുംബശ്രീക്ക് വേണ്ടിയൊന്നുമല്ല. അമ്മയുടെ കുടുംബശ്രീക്കായിരുന്നു ഇത്. അപ്പം നമ്മൾ തെറ്റിയുടെ അവിടെയൊക്കെ പോവുകയാണ്. നമ്മൾ കുറച്ച് റംബൂട്ടാൻ്റെ കുരു വെറുതെ ഒന്നിട്ടാണ്, അമ്മാമ്മ പറഞ്ഞാണ്. ഇട്ടപ്പോൾ അത് കരിഞ്ഞു പോയി. അപ്പം ഇനി നമ്മൾ കുഴിച്ചിടുന്നതായിരിക്കും. അപ്പം ഗൈസ് നമ്മൾ തെറ്റിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലോണമൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പം ഇത് മറ്റേതുപോലല്ല, കുറച്ചൊക്കെ നല്ലതാണ്. തെറ്റി വെച്ചത് കുറച്ച് വളർന്നിട്ടുണ്ട്, നല്ലോണം വളർന്നിട്ടുണ്ട്. അപ്പം ആ സങ്കട വാർത്ത എന്താ പറയുക ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഫുൾ സങ്കടമാണ്. എപ്പോഴാണ് കിളിച്ചത് ഗൈസ്, ഞാനിപ്പോഴാണ് വീഡിയോ എടുക്കുന്ന ആണ് ഗൈസ്. നമ്മുടെ വീട് ഇതാണ് ഗൈസ്, ഒരു പഴയ മോഡൽ വീടാണ്, ഒരു തറവാട്ട് വീടാണ്. ഞാൻ ഒന്ന് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് വരെ പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് ഇട്ടേക്കണം. നമുക്കിപ്പം എത്ര സബ്സ്ക്രൈബർ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഗൈസ്. അപ്പം അടീനിയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ചതും വെച്ചതുമാണ് ഗൈസ്. വാങ്ങിച്ചിട്ട് ഇത് വളർന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഇതുണ്ട്, പൂവല്ല അല്ലാതെ, അതിനകത്ത് ഈ അരികളുണ്ടോ, ആ അരികൾ വെച്ചിട്ട് ഇങ്ങനെ കുറേ വളർത്തി വെച്ചിട്ടുണ്ട്. കുറേ എണ്ണം ഉണ്ട് നമ്മുടെ വീട്ടിൽ അടീനിയം. കാണിച്ചു തരാം. ഇതാണ് ഏറ്റവും വലുത്. പിന്നെ ചെറുതിലേക്കാണ് കിടക്കുന്നത്. പൂവുണ്ട് കൈ, പൂവാ. പിന്നെ അടീനിയം മാത്രമല്ല, പിന്നെ വേറെ പേരില്ലാത്ത
പേര് എനിക്കറിയത്തില്ല. 2 ചെടികളുണ്ട്. ഒന്ന് ഇത്, ഒന്ന് വേണ്ട ഇത്, ഒന്ന് വേണ്ട ഇത്. ഇതിൻ്റെതും എനിക്ക് പേരറിഞ്ഞൂടാ, പക്ഷെ നല്ലതാണ്. പിന്നെ കൊച്ചു തൈകളുണ്ട്. എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല, ഞാൻ ഒന്ന് കാണിക്കാം. കൊച്ചു തൈകളുണ്ട്. ഒരു മിനിറ്റ്. ഇതാണ് കൊച്ചു തൈകൾ. അവിടെ ഉണ്ട് ഗൈസ് കൊച്ചു തൈകള്. കൊച്ചു തൈകള് ഏറ്റവും അറ്റത്താണ് ഇരിക്കുന്നത്. കൊച്ചു തൈകളാണ് കൂടുതലും. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ട്. ഇത്ര ആവാറായി, ഇതുപോലൊക്കെ ആവാറായ സൈസ് തൈകളും ഉണ്ട് അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഗൈസ്. ഇതാണ് കൊച്ചു തൈകൾ. കൊച്ചു തൈകളിൻ്റെ ഒക്കെ ചെയ്യണം. വേണ്ട വേറെ സൈസ് കൊച്ചു തൈകൾ കണ്ടോ ഗൈസ്? കൊച്ചു തൈകളാണ്, കൊച്ചു തൈകൾ. ഇതിപ്പോൾ നമ്മൾ ഇത് വെച്ചാണ് ഗൈസ്. ഞാൻ കുറച്ച് ദിവസം മുമ്പേ വന്നപ്പോൾ, സ്കൂളൊക്കെ ഉള്ളായിരുന്നപ്പോൾ വന്നപ്പം നോക്കിയപ്പം ഇതിനകത്ത് സീഡായിരുന്നു ഗൈസ്. ഇപ്പം വേണ്ട, അത് പ്ലാന്റിലേക്കാവുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ഉണ്ട്. അപ്പം അമ്മാമ്മ ഈ സൈഡിൽ ഇരിക്കുന്നതിൻ്റെ വെച്ചാൽ ഈ സൈഡിൽ ഇവിടെയും വയ്ക്കും. അപ്പം ഈ